ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ഭദ്രകാളി അമ്മയ്ക്ക് വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എൻ്റേത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലോ ഏത് സമയത്ത് വേണമെങ്കിലോ കാണാം. ഞാൻ ഈ വീഡിയോ വെള്ളിയാഴ്ച ദിവസം അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിവസം ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഏത് ദിവസമാണോ ഏത് സമയത്താണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി, തെറ്റിപ്പൂവ്, ചുവന്ന തെറ്റിപ്പൂവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവതിയുടെ ഉഗ്രരൂപത്തെ പ്രസാദിപ്പിക്കാനും അതേപോലെ തന്നെ തണുപ്പിക്കാനും ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ചെമ്പരത്തിയുടെ ചുവപ്പ് നിറം ശക്തിയുടെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ്. ചെമ്പരത്തിപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി, അതും അല്ലെങ്കിൽ ചുവന്ന തെറ്റിപ്പൂവ്, നിങ്ങളുടെ പേടിയും നെഗറ്റീവ് ചിന്തകളും അകലുമെന്നും ഇത് ശത്രുദോഷം മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അമ്മയുടെ മൂലമന്ത്രം, ഭദ്രകാളി സ്തുതി, അഷ്ടോത്തരം എന്നിവ ജപിക്കുന്നത് മൂലം നിങ്ങളുടെ കുടുംബത്തിനും അതേപോലെ തന്നെ ദൃഷ്ടിദോഷവും ശത്രുദോഷവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. എന്തെങ്കിലും ഭാഗ്യക്കേടോ ദോഷങ്ങളായിട്ട് ഉണ്ടെങ്കിൽ, തടസ്സങ്ങൾ, എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല, അതിന് തക്കമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭാഗ്യസൂക്തം എന്നുള്ളത്. അത് നിങ്ങളുടെ നാളിൻ്റെ അന്ന് നടത്തുന്നത് നല്ലതായിരിക്കും. ദേവീ മാഹാത്മ്യം, അതിനകത്തെ പ്രത്യേകിച്ച് 11-ാം അധ്യായത്തിൽ വരുന്ന ദേവീ കവചം, അർഗള സ്തോത്രം, കീലകം, ലളിതാ ത്രിശതി ഇവയൊക്കെ പാരായണം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിലൊന്നാണ് മഹാകാളി. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആപത്തുകളും ഭയവും ദുരിതവും അനുഭവിക്കാത്ത മനുഷ്യർ വിരളമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ മാനസിക നിലവരെ തകർക്കാൻ സാധ്യതയുണ്ട്. ഇവ നിങ്ങളെ തുടർച്ചയായി പിന്തുടരുകയാണെങ്കിൽ സാക്ഷാൽ ഭദ്രകാളി ദേവിയെ ശരണം പ്രാപിച്ചാൽ മതിയാകും. ഭദ്രകാളി 10, ഇത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഫലം വേഗത്തിൽ ലഭിക്കാൻ കാരണമാകും. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ശത്രുദോഷത്തിനെ പറ്റിയിട്ട് തന്നെയുള്ള ടോപ്പിക്ക് തന്നെയാണ്. കാർഡിലും എനിക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശത്രുദോഷം കൊണ്ട് വലയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ബന്ധം എന്ന് പറയുമ്പം ലവ് റിലേഷൻഷിപ്പ്, ഇപ്പം കല്യാണം കഴിച്ച അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുദോഷം വന്നിട്ടുള്ളതായിട്ട്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായിട്ട് അത്ര അടുത്തതാണ്, നിങ്ങളുടെ കുടുംബമായിട്ട് അത്രയും വന്നു പോകുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ശത്രു. അവർ വളരെയധികം അസൂയയും കുശുമ്പും നിറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ ഭയങ്കര അലേർട്ടായിട്ടുള്ള ഒരു ആളാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എപ്പോഴും നിരീക്ഷിച്ച് അടുത്ത കാര്യങ്ങൾ എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ, അങ്ങനെ അഥവാ തുടങ്ങുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വഷളാക്കി അല്ലെങ്കിൽ വേറൊരാളെയൊക്കെ കൊണ്ടുവന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ കുറവുള്ളതായിട്ടൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കരഞ്ഞിട്ട് ഉറങ്ങുന്ന, അതൊക്കെ ഒരു ശീലമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രധാന ഒരു രീതി എന്ന് പറയുന്നത് ഒരു തന്ത്രശാലിയുടെ കൂട്ടാണ് ഇവർ. എന്ന് വെച്ചാൽ നേരിട്ട് എന്നതിലുപരി ഇവർ ആരെങ്കിലും വെച്ചായിരിക്കും ഇവർ ഇതെല്ലാം ചെയ്യിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേടിയും ഒക്കെ ഉണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കുമ്പം പോലും നിങ്ങൾ ഇവരെ പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഈ കാർഡിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പോലും ഇതിനകത്ത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു പുതിയ തുടക്കത്തിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. പഴയ കാര്യങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും. പിന്നെ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്കാണെങ്കിലും
കേൾക്കാറുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, ഇത് കുറേ ആയല്ലോ. അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതില്ല എന്നുള്ളത്, പക്ഷേ അങ്ങനല്ല. വിശ്വാസമാണ് വലുത്, പ്രാർത്ഥനയാണ് വലുത്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കരുതിയാൽ നിങ്ങൾ നശിച്ചു പോകുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ 1 ദിവസമോ 2 ദിവസമോ അങ്ങനല്ല. ജീവിതം എന്ന് പറയുന്നത് 1 ദിവസം 2 ദിവസം കൊണ്ട് അവസാനിക്കുന്നതൊന്നും അല്ല, ഇനിയുമുണ്ട്. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് അയാൾക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നത് അയാളുടെ കർമ്മം കൊണ്ടാണ്, അയാളുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ വാക്കുകൾ കൊണ്ടും തന്നെ അവർ നശിച്ചില്ലാതായി പോകും എന്നാണ് അമ്മ നൽകുന്ന ഒരു മെസ്സേജ്. അതേപോലെ തന്നെ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരെന്തൊക്കെ ചെയ്താലും, അവരെത്ര ദ്രോഹം ചെയ്താലും, അവരെന്തെല്ലാം നിന്നെ പറഞ്ഞാലും അതൊക്കെ നിൻ്റെ നല്ലതിന് എന്നാണ് അമ്മ. ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു വലിയൊരു നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ ഒരു കാര്യം എന്നാണ് അമ്മ. വലിയൊരു മെസ്സേജാണ് അത് നിങ്ങൾക്ക് തരുന്നത്. എന്തൊക്കെ ചെയ്യുന്നു അവർ, നിങ്ങളെ എത്ര ദ്രോഹിക്കുന്നോ അത്രയും അത് അത്രയും നിങ്ങളുടെ നല്ലതിന്. അപ്പം ഈ ഒരു കാര്യം പറയുമ്പോൾ നിനക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും നിനക്കത് ഭാവിയിൽ മനസ്സിലായിക്കോളും എന്നാണ് അമ്മ പറയുന്നത്. നീ നിൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നീ അതിനനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? അതൊക്കെ നിൻ്റെ നല്ലതിന്. കാരണം അവൻ്റെ കർമ്മം കൊണ്ട് അവനില്ലാതാവും, അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവനില്ലാതാവും. സ്വയം കുഴി കുത്തുക എന്ന് പറയത്തില്ലേ, അതേപോലാണ് അവരുടെ അവസ്ഥ. നിൻ്റെ ശത്രുക്കൾക്കുള്ള മറുപടിയായിട്ട് അമ്മ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർ ചെയ്ത ചതിക്കുള്ള മറുപടി അവരെ തേടി എത്തിയിരിക്കും. കാളിക്ക് ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വേർതിരിവൊന്നുമില്ല. കൂടെ നിന്ന് ചതിച്ചവരോട് കാളി ക്ഷമിച്ച ചരിത്രവുമില്ല. അവരെവിടെ തന്നെ ഒളിച്ചാലും സമയമാകുമ്പോൾ അവരുടെ കർമ്മഫലം അമ്മ കൊടുത്തിരിക്കും. ഇത് അമ്മയുടെ വാക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുലദേവതയായിട്ടുള്ള കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയാണെങ്കിൽ പിന്നെ വേറെ ആര് വേണം അല്ലേ? അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നെങ്കിൽ പോവണം. അമ്മയുടെ അടുത്ത് പോകണം. നിങ്ങൾ അമ്മയ്ക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ എങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പോലും നിങ്ങൾ ഭദ്രകാളി അമ്മയെ, ഇത്രയും ശത്രുദോഷമൊക്കെ ഉള്ള ഇത് കൊണ്ട് തന്നെ നിങ്ങൾ ഭദ്രകാളി അമ്മയെ മുറുകെ പിടിച്ചോണം. അമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഉറപ്പും തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ സംശയിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് നിന്നെ പറ്റിയിട്ട് വലിയൊരു പദ്ധതിയുണ്ട്. നിനക്ക് എന്നതിലുപരി അമ്മയ്ക്കുണ്ട്. നീ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും അമ്മയ്ക്കറിയാതെ. അപ്പം ആ കാര്യങ്ങളൊന്നും നീ സംശയിക്കുകയേ വേണ്ട എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. ഇത് അമ്മ നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അമ്മ തരുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ സംശയങ്ങളും ഇതൊക്കെ എപ്പോൾ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. പ്രാർത്ഥനയാണ് വലുത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.